ഒരേ ഖബറിൽ രണ്ടുപേരെ ഒരുമിച്ച് മറവ് ചെയ്യുന്നതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാമെങ്കിലും ഇത്തരമൊരു കാര്യം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലാണ് ഇത് സംഭവിച്ചത്. ഉഹദ് യുദ്ധം. പോരാട്ടം കനത്തതായിരുന്നു. വിശ്വാസികൾ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടു. ആ ദിവസത്തിന്റെ അവസാനത്തോടെ 70ഓളം സഹാബികൾ രക്തസാക്ഷികളായി. പലർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സ്വന്തം കുടുംബങ്ങൾക്ക് പോലും അവരെ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ എല്ലാം ശരീരങ്ങൾ യുദ്ധകളത്തിൽ നിശ്ചലമായി കിടന്നു. ആ കാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രക്തസാക്ഷികൾ ഒരുപാടുണ്ടായിരുന്നതിനാൽ അവിടെ ഒരു വലിയ പ്രശ്നമുടലെടുത്തു. രാത്രിക്ക് മുൻപ് എല്ലാവർക്കും വെവ്വേറെ ഖബറുകൾ ഒരുക്കി മറവ് ചെയ്യാൻ സമയം ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും അപ്രതീക്ഷിതമായൊരു നിർദ്ദേശം നൽകി. 2 സഹാബികളെ ഒരുമിച്ച് ഒരൊറ്റ ഖബറിൽ അടക്കം ചെയ്യാൻ അദ്ദേഹം കൽപ്പിച്ചു. എങ്കിലും അവരെ വെറുതെ ഖബറിൽ വെക്കുകയായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, ഇവരിൽ ആർക്കായിരുന്നു കൂടുതൽ ഖുർആൻ അറിഞ്ഞിരുന്നത്? കൂടുതൽ ഖുർആൻ അറിഞ്ഞിരുന്ന വ്യക്തിയെ ഖിബ്ലയോട് കൂടുതൽ അടുപ്പിച്ച് അദ്ദേഹം വെച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടക്കം ചെയ്യുന്ന ആ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പത്തോ ഗോത്രമോ സ്ഥാനമോ ആയിരുന്നില്ല. അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഖുർആൻ ഉണ്ടായിരുന്നു എന്നതായിരുന്നു. ആ നഷ്ടത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അവർ വെറും പടയാളികൾ മാത്രമായിരുന്നില്ല. അവർ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരന്മാരും കുടുംബാംഗങ്ങളുമായിരുന്നു. അവസാനത്തെ ഖബറുകളും അടച്ചു തീർന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്കു വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചു. ആ വലിയ നഷ്ടത്തിന്റെ നിമിഷത്തിൽ പോലും ലോകത്തിന് മുഴുവൻ ഒരു കാലാതീതമായ പാഠം അദ്ദേഹം നൽകി. നമ്മുടെ യഥാർത്ഥ വില അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പകർത്തി എന്നതിലാണ്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കമന്റ് ചെയ്യുക. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.